അസ്സലാമലൈക്കും. അപ്പൊ നമ്മൾ ആലപ്പുഴ പോകാൻ പോയപ്പോഴാണ് നല്ല മഴയും നല്ല കാറ്റും എല്ലാം ഉണ്ട്. ഇത്രയും നേരം വെയിലായിരുന്നു. ഞങ്ങളും പറയുന്നല്ലേ ആലപ്പുഴ പോകാൻ വേണ്ടി അല്ലേ ഉള്ളു നമ്മള് അല്ലേ? ആന്ന് പറ ചാറ്റ് കൊടുത്ത് അങ്ങോട്ട് നോക്കിക്കോളൂ. വാപ്പിയുടെ ഫോണിൽ നോക്കി ഒരു ഹായ് കൊടുത്തു. അപ്പൊ നമ്മള് മഴ കുറച്ച് കുറയുമ്പോ ഇറങ്ങണം. കുറച്ച് സാധനം മേടിക്കാനുണ്ട്. മഴ കഴിഞ്ഞിട്ട് ഗൈസ് പിന്നെയും മഴ കൂടി. അപ്പൊ നമ്മളൊരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. ചായയും 50-50 ബിസ്ക്കറ്റ്. ചായ ഷിയാമോള് ബിസ്ക്കറ്റ് കഴിക്കുവാണോ? ചിരിച്ച് അമ്മച്ചിക്ക് വേണ്ട. എനിക്ക് സിയാമോള് എന്ന ബിസ്ക്കറ്റാണ്. അമ്മച്ചിക്ക് ഇല്ല. കടിച്ച് ബിസ്ക്കറ്റ് തന്നിരിക്കുന്നല്ലേ? കൊള്ളാം, നല്ലതാ. പിന്നെയും ബിസ്ക്കറ്റ് മേടിച്ചിരിക്കും. ചായ മുക്കി കഴിക്കുന്ന ഇഷ്ടല്ല. ചായ മുക്കി കഴിക്കുന്ന വേറെ ടേസ്റ്റ് എനിക്ക് അറിയാൻ മേലാത്തുണ്ട്. കടിച്ചു കഴിഞ്ഞ് ചായ കുടിച്ചാലും മതി, ആ ടേസ്റ്റ് കിട്ടും. ഇതൊരു കടി കടിക്കണം, ചായ കുടിക്കണം. അപ്പൊ ഇതായിരിക്കും കിട്ടും. നിങ്ങൾ പറഞ്ഞു ഇത് കഴിച്ച് ഒക്കെ ഉണ്ടാവും ഉമ്മച്ചിക്ക്. വെള്ളം അതാ ജനലും കൂടെ അടച്ചേക്കെ. പാമ്പ് വരും. ഇന്നലെ നമ്മള് വൈകിട്ടൊരു പാമ്പിനെ കണ്ടു. നീർക്കോലിയാന്ന് നയിക്കാൻ പറഞ്ഞ പെടച്ച് വരുന്നു. കണ്ടില്ല, ഉമ്മി അവിടെ ഫ്രണ്ടിൽ നിന്നില്ലാണെങ്കിൽ അപ്പൊ അകത്ത് കയറിയാന. ഈ ഊട്ടയിലൊക്കെ കയറിയിരിക്കും, അറിയത്തില്ല അല്ലേ? വൈകിട്ടൊരു സന്ധ്യ കഴിഞ്ഞപ്പോ ഫ്രണ്ടിലൊരു പാമ്പ് ഇൻഡിക്കേറ്റർ കിടക്കും. നമ്മള് മഴയൊക്കെ പോയി ആലപ്പുഴയ്ക്ക് പോവാണ്. എണ്ണ അടിച്ചിട്ടാണോ പോണ? പെട്രോൾ പമ്പിൽ പോയിട്ടാണോ പോണ? ഗായ്സ് ഹായ്. നമ്മളെ എണ്ണ അടിച്ചിട്ട് നേരെ ആലപ്പുഴയിൽ പോകും. നമ്മുടെ സ്ഥിരം റോഡിൽ കൂടെ നമ്മൾ പോകുവാണ്, അഡ്വഞ്ചറസ് റോഡ്. ചെറിയ മഴ ആയതുകൊണ്ട് ചെറിയ വെള്ളമൊക്കെ ഉള്ളു. പാലം കാണാൻ പോലും പറ്റത്തില്ല. നമ്മൾ അറിഞ്ഞില്ലായിരുന്നു ഇവിടെ വെള്ളം ഭാഗ്യത്തിന് നമ്മൾ എപ്പോഴും വരുന്നവർക്ക് അറിയാം അത് പാലം. ഈ വളം ഇങ്ങനെ തിരികെ ഈ പാലം കണ്ടു. ഈ പാലവും തോടും ഒന്നും കാണാൻ പോലും ഫുള്ള് വെള്ളമായിരുന്നു. എപ്പോഴും വരാത്തവർക്കും പണി കിട്ടും. എത്രയുണ്ട് പാലമെന്നൊന്നും അറിയത്തില്ലല്ലോ. ആലപ്പുഴ പോയിട്ടൊന്ന് വീട്ടിൽ കയറണം. അയ്യോ, എന്റെ ബാഗ് എടുത്തില്ല. എണ്ണ അടിച്ചിട്ട് തിരിച്ചു വരാല്ലേ? ബാഗ് എടുത്തില്ല. ബാഗില് ഞാൻ പറഞ്ഞില്ലേ ഓർമ്മിപ്പിക്കണേ, ഒരു ലൈറ്റ് ഉണ്ട് കൊടുക്കേണ്ടതാ. മറ്റേ റോഡിൽ വെക്കത്തില്ല. കൊറേ നേരം വ്ലോഗ് എടുക്കുന്നവരെയൊക്കെ സമ്മതിക്കണം. കൈ കിടക്കുന്നുണ്ട്. വീട്ടിൽ പിടിച്ചോണ്ട് വ്ലോഗ് എടുക്കത്തില്ലേ? സമ്മതിക്കണം.
അപ്പൊ നമ്മള് പെട്രോൾ അടിച്ചതിന് നേരെ വീട്ടിൽ ആംബുലൻസ് ഉണ്ടെന്ന് പറയുന്നത് ആംബുലൻസ് ആണ് മാർച്ചി അയ്യേച്ചി ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ. അങ്ങനെ സെൽഫിക്കാൻ വെച്ചപ്പോൾ ഒരു സിയാവോട നവരസങ്ങളാണ് ഇപ്പൊ കണ്ടത്. നമ്മള് ആലപ്പുഴ എത്തിയപ്പോ നേരെ സാധനം മേടിക്കാൻ വേണ്ടി പോവാണ്. നേരെ വീട്ടിൽ പോണല്ലേ. വീട്ടിലൊരു സാധനം കൊടുത്തിട്ട് ഞാനോട് നമ്മള് വന്നപ്പോ ക്ലോസ്ഡ് ആയി. 10 മിനിറ്റ് കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് നേരെ ഇനി വീട്ടിൽ പോകും. ഇതാണ് കുട്ടിക്കാട് കല്യാണമൊക്കെ നടന്ന ഓഡിറ്റോറിയം. ഞങ്ങൾക്ക് വളരെ എളുപ്പമായിരുന്നു പോവാൻ. കാര്യം ഞാൻ പറയാം. നിങ്ങൾ ആ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഇടവഴി. ഇടവഴി കയറിപ്പോയ വീട്. നടന്നെത്താവുന്ന മഴ പെയ്തെങ്കിലാന്ന് തോന്നുന്നു. അതാ വെട്ടിക്കളഞ്ഞാ തോന്നല്ലേ. KCBക്കാര് വന്നു അല്ലേ. എന്റെ വീട്ടിലാരൂലെന്ന് തോന്നും. ആ ഉമ്മായി വേണ്ട. ആ ഓ വാ, വെള്ളത്തിന്ന് വാ. അയ്യോ ഇറങ്ങാൻ പോണേ. അയ്യോ ബാ കേറ് കേറ്. ഞാൻ പോവാ. ബാ നമുക്ക് പോവാവേ. വിളിച്ചു പറയാതെയാ വന്നു. നമ്മളിവിടെ ടി വി കണ്ടോണ്ടിരിക്കാം. ഇത് ഏത് സിനിമ എന്നറിയാന്നുള്ളവര് കമന്റ് വർക്കല്ലേ. കുറച്ച് ബാഗൊക്കെ കാണിക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പം കേക്ക് ചായ വേണമെന്ന് പറഞ്ഞു. ചായ കൊടുക്കാൻ എട്ടോ ഇല്ല തോന്നല്ലേ. ഓയ് ഓയ് പാത്രമൊക്കെ പുറത്താണ് ചായയുടെ. ഓയ് എന്നെ അവിടെ കിടന്ന് ഉമ്മച്ചീന്ന് വിളിക്കുന്നുണ്ട്. ചായപാത്രം ഉമ്മച്ചി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇവിടെ അത് തപ്പട്ടെ. നമുക്ക് ചായപാത്രം കിട്ടി ഗൈസ്. അയ്യോ വെള്ളം എടുത്തില്ല. വെള്ളം എടുക്കട്ടെ. പഞ്ചസാര തരാവാ. ഭാര്യ അടുക്കളയിൽ ജോലി സഹായിക്കാൻ വരുന്ന ഭർത്താവ് എന്നല്ലേ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്.
പുറത്തൂടെ കപ്പലിന് പോകുന്നു. എനിക്ക് ഇവിടത്തെ തേയിലയുടെ കടുപ്പമൊന്നും അറിയത്തില്ല, കൂടി പോവാ എന്താ. കുറച്ചിട്ട് നോക്കാല്ലേ. കടുപ്പമില്ല നോക്കുന്നു. ഇങ്ങനെ എല്ലാ സത്യത്തിലും കടിഞ്ചായ എഴുതുന്നു. ഹലോ, ഇല്ല ഇല്ല ഇല്ല, ചായ ഇടുന്നു. നിങ്ങൾക്കോ? നമുക്ക് മധുരം ഉണ്ടാകുന്ന ടെസ്റ്റ് ചെയ്യാം. കടുപ്പൊക്കെ ഇത്ര മതി. ഗൈസ്, മധുരം ഒട്ടുമില്ല. ഇവർ ഈ മണ്ണെന്താണ് ഇവിടെ പെണ്ണ് ചോദിച്ചത് പഠിച്ച് അപ്ലൈ ചെയ്തേ ഉറപ്പ് എന്താ ഉറപ്പില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞ വാക്യം പിൻവലിക്കണം. ഇവർ എവിടെയെങ്കിലും പോയി തോന്നിട്ടുണ്ട്. പഠിച്ചോണ്ടൊക്കെ എടുക്കുന്നു. ഹലോ, ഇല്ല പാലില്ലേ നാമ? പഞ്ചസാര അല്ല വേണ്ടത്, ഇട്ടില്ല. പഞ്ചസാരേ ബക്കറ്റിലാണ്. ആ ഇല്ല. ആ ആ ശരി ശരി. നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് നോക്കാം, ഇല്ലെങ്കിൽ ഏലക്കയുടെ മണമൊക്കെ വരുന്നുണ്ട്. എന്നെ വിളിക്കുന്നുണ്ടാണ്. അത് കിടന്നാണ് മാറിയില്ല. ഇങ്ങോട്ട് മാറിയില്ല. ഇങ്ങോട്ട് ചായ കുടിക്കാം. വാപ്പിയുടെയും ഞാൻ കളയുന്നുണ്ട്. ഓ, എനിക്ക് ചായ കുടിക്കട്ടെ. പിന്നെ ഉമ്മച്ചി വന്നോണ്ട് എനിക്ക് ഉമ്മച്ചിക്ക് ഇപ്പം ഉമ്മച്ചി ചൂടോടെ കുടിക്കണം. അപ്പൊ ഉമ്മച്ചിക്ക് ഇപ്പൊ ഒഴിച്ച് വെക്കുന്നു. ഉമ്മച്ചിക്ക് ചൂടോടെ കിട്ടാം.
ഇതൊക്കെ തന്നെ ഇരിക്കട്ടെ. ഇനി മൂടി വെക്കട്ടെ. മൂടി ഈ മൂടിൻ്റെ കണ്ട് മറ്റേ ഇതാക്കി തരാം. ഓ വേണ്ട ഞാൻ മണത്ത് കണ്ടുപിടിച്ച് ഗൈസ്. ഷവർമ്മ മേടിച്ചോണ്ട് പോകുന്നു. ഷവർമ്മ ബാ 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 ഷവർമ്മ കൊണ്ടുപോകുന്നു. ഇതെന്തുവാന്ന് നോക്കിയേ. ഷവർമ്മ ഷവർമ്മ. ഓ വാവച്ചിക്ക് തരാവേ. വാവച്ചിയുടെ വീട്ടിൽ തരാവേ. ഞാനിന്ന് ആ മല്ലിന്റെ ചേച്ചി പറഞ്ഞു. ഓ തരാം തരാം. മാങ്ങ അല്ലത് കുക്കുംബർ. കുക്കുംബർ പറഞ്ഞേ. കുക്കുംബറിനുണ്ട്. അത് തുറക്കുന്നില്ല. ഇത് ഇതായിപ്പോയി ഗൈസ്. അവച്ച് വരണ്ടെന്ന്. ഓ ടാറ്റോട് ഉമ്മ കൊടുക്ക്. സിനിമാക്ക് ഉമ്മ കൊടുക്ക്. ഉമ്മ കൊടുത്തിട്ട് പോ. ഉമ്മ കൊടുത്തിട്ടു. ഉമ്മ കൊടുത്തിട്ടു. ഉമ്മ കൊടുത്തിട്ടു. കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിക്ക്. ഉമ്മ കൊടുക്ക്. പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടു. കൂട്ടുകെട്ടിന്ന് കൂട്ടുകെട്ടി. അതെ ആ ഉമ്മ കൊടുത്തിട്ട് അതായത് സിയാമളെ കൊണ്ടുപോകത്തോളെ. കെട്ടിപ്പിടിച്ചോടെ ഉമ്മ കൊടുക്ക. സിയാളെ പിടിച്ചോണേ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെയും കഞ്ചാറിലോട്ട് പോവാണ്. തുറന്നുകാണുമായിരിക്കും. ഞങ്ങൾ എന്നിട്ട് ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോ വരും. ഇങ്ങോട്ട് നോക്കി പല ലോറി ഉണ്ട്. ലോറി ആഴ്ച വച്ചി
ആവശ്യമില്ല ചെരുപ്പ് പോയി ഗായ്സ് കടയിൽ ഞാൻ കൊടുത്തിരിക്കുക അത് പറ തരാം കേട്ടാ പുറകിലൊരു വാവ പോയി എന്താ വിളിച്ചുമാണ് ഇതാണ് അറുക്കാട് പഠിച്ച സ്കൂളാണ് ഗായ്സ് അറുക്കാട് ഇത് ശ്രീദേവി അല്ലേ ഇത് ശ്രീദേവിയാണ് ഓ ഇടയ്ക്ക് ഇരിക്കുമ്പോ ഭയങ്കര സ്നേഹമാണ് ഗൈസ് അതിന് ഈ പൂക്കടയിലും കൂടെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നമ്മളിപ്പം വീടെത്തും. ഒരാൾക്ക് ഉറക്കം വന്നിട്ടാണ് പിച്ചുമ്പയും വിളിച്ചോര് ഉറക്കം വരുമ്പോ ഭയങ്കര കരച്ചിലാണ്. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയാണ്. ഡെയിലിയായിട്ട് ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടോ. ഇപ്പൊ ഉറങ്ങിയാലൊരു കുഴപ്പമുണ്ട്. രാത്രി ഒരു 9-8 മണിയാകുമ്പോ എഴുതിട്ട് പിന്നെ ഉറങ്ങത്തില്ല അല്ലേ. വാപ്പി റോഡ് നിൽക്കുന്നു. ഇതാരാ പൊന്നെ? അതാരാ? അതാരാന്ന് പാറ്റി. അപ്പൊ ഓക്കെ ബൈ ടാറ്റാ. ഇവിടെ വിടത്തി.